അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പശ്ചിമേഷ്യയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷം എന്നുള്ളത്. രണ്ട് എക്സ്ട്രീം രീതിയിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആളുകൾ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ സിറിയയിലുള്ള ഇറാൻ കോൺസുലേറ്റ് ഇസ്രായേൽ ആക്രമിക്കുകയും 7 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. തിരിച്ച് ഇറാൻ ഒരാഴ്ചക്കുള്ളിൽ തന്നെ 300ഓളം മിസൈലുകളും ഡ്രോണുകളും വിട്ടുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുകയുണ്ടായി. ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഇറാനാണ് ഇസ്രായേലിൻ്റെ യഥാർത്ഥ ശത്രു. മുസ്ലിം ലോകത്ത് ഇന്ന് ഫലസ്തീനികൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇറാൻ മാത്രമാണ്. ഇറാന് മാത്രമേ ഇസ്രായേലുമായി യുദ്ധത്തിന് പോകാനുള്ള ധൈര്യമുള്ളൂ എന്നുള്ളതാണ്. ഇത് ഒരു എക്സ്ട്രീം അഭിപ്രായം. രണ്ടാമത്തെ എക്സ്ട്രീം അഭിപ്രായം എന്നുള്ളത് ഇത് കേവലം ഒരു നാടകമാണ്. ഇറാൻ ഇസ്രായേലുമായി യാതൊരുവിധ ശത്രുതയുമില്ല, ഇതെല്ലാം സ്റ്റേജ്ഡ് ആണ്, ഇവർ തമ്മിലുള്ള അന്തർധാര വളരെ സജീവമാണ്. ഈ രണ്ട് അഭിപ്രായങ്ങളെയും നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാൻ മാത്രമേ ഇസ്രായേലിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുള്ളൂ, ഇറാൻ ഫലസ്തീനികൾക്ക് വേണ്ടി ഇറാൻ മാത്രമേ പ്രവർത്തിക്കുന്നു എന്നുള്ളത് തെറ്റായ ധാരണയാണ്. ഇറാൻ്റെ പ്രഥമ അജണ്ട എന്നുള്ളത് ഒരിക്കലും ഖുദ്സിനെ മോചിപ്പിക്കുക എന്നുള്ളതല്ല. ഇറാൻ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഇറാൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം. സിറിയയിലും ഇറാഖിലും എന്ന് വേണ്ട ഒരുവിധം സുന്നി രാഷ്ട്രങ്ങളിലെല്ലാം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഷീസം ഇൻജക്റ്റ് ചെയ്യുക, ഷീസം കടത്തിവിടുക എന്നുള്ളതാണ്. ഇതിന് അവർ മിലിറ്ററിലി ടെക്നോളജീസ് ഉപയോഗിച്ച് അവിടെ ഇടപെടും. അതുമല്ലെങ്കിൽ മറ്റു പല മാർഗങ്ങളിലൂടെ, അത് വിശദമായി പിന്നീട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഏതായിരുന്നാലും ശരി, ഇതാണ് അവരുടെ പ്രഥമ അജണ്ട. ഇതിനാവശ്യം വരുന്ന രീതിയിലുള്ള സയനിസ്റ്റ് വിരുദ്ധതയും ഇസ്രായേൽ വിരുദ്ധതയും മാത്രമേ ഇറാൻ്റെ കയ്യിലുള്ളൂ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞും ചെയ്തുകൊണ്ടൊക്കെ നിന്നു കഴിഞ്ഞാൽ ഇന്ന് മുസ്ലിം ലോകം ഇറാൻ്റെ കൂടെ നിൽക്കും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടെ അവർക്ക് ഇതിനോടൊപ്പം തന്നെ ഉണ്ട്. ആ രീതിയിൽ മാത്രമേ നമുക്ക് ഇറാൻ ഇതിൽ കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. രണ്ടാമതായുള്ള എക്സ്ട്രീം അഭിപ്രായം എന്നുള്ളത് ഇത് കേവലം നാടകമാണ്. ഇറാൻ ഇസ്രായേൽ നടന്ന ഈ ഒരു 300ഓളം മിസൈലുകളും ഡ്രോണുകളും പറത്തിവിട്ടതെല്ലാം കേവലം ഒരു നാടകമാണ്. അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇത് ശരിയല്ല. ഇറാൻ ഇസ്രായേലുമായി സംഘർഷമുണ്ട്, അതിൻ്റേതായ കാരണങ്ങളാൽ സംഘർഷമുണ്ട്. കുറേ വർഷങ്ങളായി ഇസ്രായേൽ ഇറാനെ ടാർഗറ്റ് ചെയ്യുന്നു, ഇറാൻ്റെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെ അവർ അസാസിനേറ്റ് ചെയ്യുന്നു. പക്ഷേ ഇപ്രാവശ്യം അവർ നടത്തിയ ആക്രമണം ഇറാന് തിരിച്ചടിക്കാൻ കഴിയാത്തൊരവസ്ഥയിലായിപ്പോയി. ഇറാന് തിരിച്ചടിച്ചേ പറ്റൂ. അതിനു വേണ്ടിയിട്ടാണ് ഇറാൻ ഇപ്പോൾ 300ഓളം മിസൈലുകളും ഡ്രോണുകളും അവിടേക്ക് വിട്ടത്. എന്നാൽ ഇറാന് ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല. ഇറാൻ ഈ ഒരു സാഹചര്യത്തിൽ ഇറാന് ഒരു യുദ്ധം അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവർ US പോലുള്ള അലൈസിനോട് കൃത്യമായി അറിയിച്ച് ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഞങ്ങൾക്ക് അടിച്ചേ പറ്റൂ, പക്ഷേ അത് ഞങ്ങൾക്ക് ഒരിക്കലും എസ്കലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഞങ്ങളിത് ചെയ്യും എന്ന് അവരെ അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇസ്രായേലിന് ഇതുകൊണ്ട് നഷ്ടമുണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അത് മറ്റു പല രീതിയിലാണ്. 300ഓളം മിസൈലുകളും ഡ്രോണുകളും പറത്തിവിട്ട് ഇസ്രായേലിലേക്ക് ഇത് കടക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇസ്രായേലും US ഫ്രാൻസും ബ്രിട്ടനും ചേർന്നിട്ടാണ് ഇതിനെ തടുത്തു നിർത്തുന്നത്. ലോകത്തിന് മുന്നിൽ ഇസ്രായേലിന് ഇത് വലിയൊരു നാണക്കേടാണ്. കാരണം ഇസ്രായേൽ ഒരിക്കലും ഒരു ഡിഫൻസ് മോഡ് മാത്രം സ്വീകരിച്ചു പോരുന്ന രാജ്യമല്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ശത്രുക്കൾ അവിടെ പോയി ആക്രമിക്കുന്ന രീതിയാണ് ഇസ്രായേലിൻ്റേത്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് ഇസ്രായേൽ സ്വയം ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി 4 രാജ്യങ്ങളുമായി സഖ്യകക്ഷികളുമായി ചേർന്നുകൊണ്ട് ഈ 300ഓളം മിസൈലുകൾ അവർ തടുത്തു നിർത്തുകയാണ്. മാത്രവുമല്ല, ഇതിൽ 7ഓളം ക്രൂയിസ് മിസൈലുകൾ ഇസ്രായേൽ പതിച്ചിട്ടുമുണ്ട്. ഈ എല്ലാ സിസ്റ്റവും ഭേദിച്ചുകൊണ്ട് 7ഓളം ക്രൂയിസ് മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ഒന്നിൽ പോലും ഒരു വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ്റെ ഒരു വാർ ഹെഡോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ ഗതി തന്നെ മാറിയേനെ. ഇവരുടെ ഒരു എയർബേസ് അറ്റാക്ക് ചെയ്യപ്പെട്ടു, അതിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായ റിപ്പോർട്ടുകളിൽ വ്യക്തമാണ്. മാത്രവുമല്ല, ഇതിൻ്റെ ഒരു സാമ്പത്തിക നഷ്ടം കൂടിയുണ്ട്. ഇപ്പോൾ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആക്രമണത്തിന് വേണ്ടി വന്ന ചെലവ് ഒരു $40 to $50 million ആണെങ്കിൽ ഇസ്രായേലിന് മിനിമം $1.2 billion ചിലവാക്കിയിട്ടാണ് ഈ ഒരു അറ്റാക്കിനെ അവർ തടുത്ത് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ലോകത്തിന് മുന്നിൽ ഇസ്രായേലിന് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഒക്ടോബർ 7 ഈ ഒരു ആക്രമണം നടന്ന സമയത്ത് ലോകം മൊത്തം ചർച്ച ചെയ്തത് ഇസ്രായേലിൻ്റെ ശക്തിയെ പറ്റിയാണ്. ഇത്രയെല്ലാം ഊതി വീർപ്പിക്കപ്പെട്ട ഒരു ശക്തി മാത്രമാണ് ഇസ്രായേലെന്നും അമേരിക്കയുടെ പിന്തുണ ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് പോലും ആയുസില്ലാത്ത രാജ്യമാണ് ഇസ്രായേൽ എന്ന് ലോകത്തിന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുണ്ട്. അതോടൊപ്പം ഇത് ചേർത്ത് വായിക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും ഇസ്രായേലിന് നഷ്ടം തന്നെയാണ്.
അപ്പോൾ എന്താണ് ഏതാണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും വ്യക്തമായ ധാരണയില്ല. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ റിയാക്ഷൻസും കൗണ്ടർ റിയാക്ഷൻസും കാണുമ്പോൾ മാത്രമേ നമുക്കിതിൽ വ്യക്തമായി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റുകയുള്ളൂ. പക്ഷേ എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴേക്കും എക്സ്ട്രീമായ അഭിപ്രായങ്ങളും പറഞ്ഞുകൊണ്ട് ഇതിപ്പോൾ വേൾഡ് വാർ, മൂന്നാം ലോക മഹായുദ്ധം ഇപ്പോൾ നടക്കാൻ പോവുകയാണ് എന്നുള്ള ആ ഒരു എക്സ്ട്രീം രീതിയിലോ, അതുമല്ലെങ്കിൽ ഇത് വെറും ഒരു സ്റ്റേജ്ഡ് ആയിട്ടുള്ള സംഭവമാണ്, ഇവർ തമ്മിലൊരു ശത്രുതയില്ല, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ചിട്ട് ഇനി എന്താണ് വരുന്നത് എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കും. വരുന്ന അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. فتعالى الله الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما.